നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പരിസരവാസികൾ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രാമോദ്ധാരണം സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ SMC ചെയർമാൻ ഷമീർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാല അധ്യാത്മക പഠന കേന്ദ്രത്തിന് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് കൃഷ്ണൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അഗ്രശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പരിസരവാസികൾ. നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ വാർഡ് മെമ്പറെയും പഞ്ചായത്തിനെയും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. നവകേരളം എന്ന് പറഞ്ഞ് നമുക്ക് പഞ്ചായത്തിന് ഒരുപാട് അറിയിപ്പുകൾ വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്തും മാലിന്യം വിമുക്തമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കണ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തതാണ്. പഞ്ചായത്ത് മുൻകൈ എടുത്ത് ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് ഇവിടെ തട്ടിയിരിക്കുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമാണ്. നമ്മൾ പഞ്ചായത്ത് ഇത്രയും പൈസ ചിലവാക്കി ക്ലീൻ ചെയ്യുക, അത് വീണ്ടും ഇപ്പോൾ ജയഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വെയിൽ തന്നെ വിളവ് തിന്നുക എന്നുള്ള ഒരവസ്ഥ. അതിനൊരു ശക്തമായിട്ടുള്ള ഒരു നടപടി ഇതിനെതിരെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കണ്ടുപിടിച്ച് ഇതിലെ ഒരുപാട് നോട്ടീസുകൾ ഈ നാശാമുക്ത് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ പരിപാടിയുടെ ഒരുപാട് നോട്ടീസുകളും ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് വേസ്റ്റും ഇതിലുണ്ട്. സർക്കാർ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകളടക്കം നിരവധി രേഖകളും മാലിന്യത്തിൽ തള്ളിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. പാറക്കോവിൽ പെരിഞ്ചേരി റോഡാണ്, ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ സൈഡിലാണ് ഇത്രയധികം മാലിന്യം കൊണ്ടു തട്ടിയത്. ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അതിൽ ഇന്നലെ തൃശ്ശൂർ നടന്ന നാശാമുക്ത് ഭാരത് അഭിയാൻ എന്നുള്ള പരിപാടിയുടെ നോട്ടീസ്, അതുപോലെ ഒരു പ്രധാന വ്യക്തിയായുള്ള സ്ഥലമാറ്റത്തിന് കൊടുത്ത അപേക്ഷ, മന്ത്രിക്ക് കൊടുത്ത അപേക്ഷ വരെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള എന്തായാലും ഇതൊക്കെ മാറ്റാൻ നിർബന്ധിതരായ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇതിന് ശക്തമായൊരു നടപടി ഉണ്ടാവണം. എന്ന് വെച്ചാൽ വേലി തന്നെ വിളവ് തരുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ജനങ്ങളെ കബളിപ്പിക്കാൻ മാലിന്യമുക്താണെന്ന് പറയുക, എന്നിട്ട് അവരെന്നെ അത് കൊണ്ടിടുക. അപ്പോൾ അതിന് ശക്തമായ നടപടി എന്തായാലും ഉണ്ടാവണം. സ്ഥലം മാറ്റാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷയാണ്. അവരുടെ അഡ്രസ്സും ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുള്ള ഇതും അവരായിട്ട് നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തിട്ടുള്ള അപേക്ഷ കൂടിയാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവരൊക്കെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പോലീസും എല്ലാവരും അവരുടെ സംരക്ഷണമുള്ള കാരണം അവർക്ക് നടപടി എടുക്കുമെന്ന് അറിയില്ല. ജനങ്ങളെ വിഡ്ഢിയാക്കില്ല എന്ന് നടപടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു നല്ല ഗവൺമെൻറ്റാണ്. രാജ്യമൊത്തം മാലിന്യവിമുക്ത കേരളം എന്ന വായ്തോരാതി പ്രസ്താവന നടത്തുന്നവരുടെ മൂക്കിന് കീഴിൽ ഇത്തരത്തിൽ നടക്കുന്ന അനീതികൾ കാണാനും തക്കതായ നടപടികൾ സ്വീകരിക്കാനും അധികാരികൾ ശ്രമിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഹരിത കർമ്മസേന ഓരോ ഭാഗങ്ങളും വെടുപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മാർച്ച് 31-നുള്ളിൽ ഈ കേരളം മാലിന്യ വിമുക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ മാലിന്യത്തിൽ മുങ്ങിയ കേരളമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളോട് ഞങ്ങൾ എന്ത് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ ഇതുപോലെ കൊണ്ടിടുമ്പോൾ
ഓരോ വീട്ടിലേക്കും ചെല്ലുമ്പോൾ ഇവരിത് കണ്ടിട്ട് ഞങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്, ഞങ്ങൾ 1 2 കത്തിക്ക് വലിച്ചേറി ചെയ്യുന്നതിനാണോ നിങ്ങൾക്ക് പ്രശ്നം? ഇതുപോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നതിന് ഞങ്ങൾ എന്ത് മറുപടി പറയുന്നു? ഇപ്പം ഈ സംഭവത്തിന് നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ഹരിത കർമ്മസേന, ഞാൻ ഇത് സമ്മതിക്കില്ല. ഞങ്ങളുടെ ചേർപ്പ് പഞ്ചായത്തിൽ ഒരു വേസ്റ്റും കൊണ്ടിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിന് തക്കതായ ശിക്ഷ തന്നെ ഞങ്ങൾ തരും. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രാമോദ്ധാരണം സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ SMC ചെയർമാൻ ഷമീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലക്സി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ CS രാജു, സീനിയർ അധ്യാപക നന്ദിനി ടീച്ചർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ അഞ്ജു CR എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുഴുവൻ LP UP വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് വിവിധ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കിറ്റുകൾ, കഥകൾ, കവിതകൾ എന്നിവയുടെ അവതരണവും നടന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാല അധ്യാത്മക പഠന കേന്ദ്രത്തിന് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അഗ്രശാലയുടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചു. ചടങ്ങിൽ സംസ്കൃതാചാര്യൻ അജിതൻ വാര്യരെയും രാജൻ വാര്യരെയും ആദരിച്ചു. സംസ്കൃത പഠനം, നാരായണീയം, ഭഗവത്ഗീതയുടെ പ്രാധാന്യവും ആവശ്യകതയും എന്നിവയെക്കുറിച്ച് തന്ത്രി സംസാരിച്ചു. എല്ലാ ബുധൻ, ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്കൃതം, നാരായണീയം ക്ലാസുകൾ പഠനകേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ ഭക്തരുടെ ആത്മീയ ചൈതന്യം ഉണരുമെന്നും അജിതൻ വാര്യർ സംസാരിച്ചു. ക്ഷേത്രം മേൽശാന്തി കാരക്കോട്ട് മനയ്ക്കൽ ശ്രീകുമാരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും, വലിയ നിർമാല, നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമസ്കാരപ്പറ എന്നിവ നടന്നു. ട്രസ്റ്റ് മെമ്പർമാരും നാരായണീയം വിദ്യാർത്ഥികളും നിരവധി ഭക്തരും പങ്കെടുത്തു. മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടിയുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായും സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായും വാർഡ് തല ശുചീകരണം പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നുവരികെ തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡിൽ 3 വലിയ പ്ലാസ്റ്റിക് ഗാർബേജ് കവറിൽ മാലിന്യം നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ ലഭിച്ചു. ശനിയാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് തൃശൂർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നടത്തിയ നക്ഷമുക്ത ഭാരത് അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായുള്ള മാലിന്യമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ 10,000 രൂപ ചേർത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തി. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുചീകരിക്കുന്നതിന്റെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെയും ഭാഗമായുള്ള പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഗി, പഞ്ചായത്ത് മെമ്പർമാരായ സജിൻ മേലെടുത്ത്, നിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പിന്റെ കൊതുക് സാന്ദ്രത പഠനത്തിൽ ഹൈറിക് ഏരിയ ആയതുകൊണ്ട് തുടർച്ചയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും കൊതുക് വളരുവാൻ സാഹചര്യം സൃഷ്ടിക്കുന്നവർക്ക് പൊതുജനാരോഗ്യം 2023 പ്രകാരം കേസെടുക്കുമെന്നും 25,000 രൂപ പിഴയും 3 മാസം തടവും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ OG മായ, അരുൺ, സീന, ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ഇൻഡിവിജ്വൽ വിദ്യാലയങ്ങളിൽ ഒന്നായി അത് വെള്ളിയായാലും വെങ്കലമായാലും ഒക്കെ തന്നെ, സ്വർണമായാലും ഒക്കെ തന്നെ ആ പ്രകടനം ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടത്. ഈ പ്രദേശത്ത് തന്നെ
കോമൺവെൽത്ത് താരം ആൻസി സാജൻ, PD അഞ്ജലി തുടങ്ങിയ കായിക താരങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വിദ്യാലയം ഒട്ടൊരു പിന്നിൽ എല്ലാ അർത്ഥത്തിലും മറ്റ് സർക്കാർ വിദ്യാലയങ്ങളെക്കാൾ ഈ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം ആലോചിച്ച് എങ്ങനെയൊക്കെയാണ് ഈ ഗ്രൗണ്ടിനെ നമുക്ക് പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിൽ നടപ്പാക്കാൻ കഴിയുക എൻ്റെ അടിസ്ഥാനത്തിൽ സിന്തറ്റിക് ഗ്രൗണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 2ാമത്തെ ഗ്രൗണ്ടാണ് നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ചില നമ്മുടെ സ്പോർട്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്നോട് പറയേണ്ടായി. ഇതിൻ്റെ വലിപ്പം, നീട്ടം, അതിലിട്ടിട്ടുള്ള അറ്റൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ വളരെയേറെ ചർച്ചകൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാനുണ്ട്. പൂർണ്ണമായി ഇതിൻ്റെ ഗ്രൗണ്ട് പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഞാൻ ഇവിടുത്തെ എഞ്ചിനീയർ ഇപ്പോൾ നമ്മുടെ പൊണ്ട് അദ്ദേഹമായി ആലോചിച്ചപ്പോൾ ഇനിയും ചില വർക്കുകൾ നമ്മുടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്നാണ് എന്നോട് എഞ്ചിനീയർ പറയുന്നത്. മുൻ കലാകായിക താരങ്ങളെയും പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു. കായിക മേഖലയിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും അഭിമാനകരമായ കയ്യൊപ്പാണ് ഇതെന്നും പറഞ്ഞ് ചടങ്ങിൽ CC മുകുന്ദൻ MLAയെ മന്ത്രി അഭിനന്ദിച്ചു. തീരദേശ മേഖലയിലെ കലാകായിക താരങ്ങളുടെ വലിയ സ്വപ്നമാണ് നിറവേറിയത്. നിയോജക മണ്ഡലത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കളിക്കളം പദ്ധതികൾക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നും MLA ചടങ്ങിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള സർക്കാർ 2021-22 വർഷത്തിൽ MLAയുടെ നിരന്തര പരിശ്രമത്തിൽ 3 കോടി രൂപ അനുവദിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ കോർട്ടുമാണ് നാട്ടികയിൽ നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ 2ാമത്തെ സിന്തറ്റിക് ട്രാക്കാണിത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, PM അഹമ്മദ്, റഹീം വീട്ടിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സ്കൂൾ PTA പ്രസിഡന്റ് UK ഗോപാലൻ, പ്രിൻസിപ്പൽ സ്മിത MS, പ്രധാനാധ്യാപിക ഷെരീഫ MH തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ ഓട്ടോറിക്ഷക്കാരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക കാമ്പ്രത്ത് വീട്ടിൽ 32 വയസ്സുള്ള അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. നാട്ടിക പള്ളിയുടെ സമീപത്ത് വെച്ച് രാത്രി 11 മണിക്ക് സവാരി വന്നതിന്റെ വാടക ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ 47 വയസ്സുള്ള അംജദ് ചോദിച്ചതിന്റെ വിരോധത്താൽ അംജദിനെ കരിങ്കല്ല് കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും പോക്കറ്റിൽ നിന്ന് 15,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 200 രൂപയും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച ഉൾപ്പെടെ 8ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അഖിൽ. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, പ്രിൻസിപ്പൽ SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, ലെനിൻ, CPOമാരായ ബിജേഷ്, സന്ദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. പോലീസ് അക്കാദമിയിൽ 31ാമത് B ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും രാജ്യത്തിന്റെ അഭിനന്ദനം പിടിച്ചു പറ്റുവാനുള്ള ഇടപെടലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളും ആ തരത്തിൽ തന്നെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട്. സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മികവിൽ നിൽക്കുന്നതല്ല,
കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാകണം. കേരളത്തിലെ പോലീസിന് ഒട്ടേറെ യശസ് നേടാൻ കഴിഞ്ഞ കാലമാണ്. നല്ല പേര് പലതരത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ വളരെ അപൂർവമായി ചില അത്യപൂർവം സേനാംഗങ്ങൾ തെറ്റായ രീതിയിൽ പെരുമാറുന്നവരുമുണ്ട്. അത് ഗൗരവമായി കരുതലോടെ നീങ്ങേണ്ടതാണ്. നിങ്ങൾ ഇടപഴകുന്നവർ നിങ്ങൾക്ക് ഇടപഴകാൻ പറ്റുന്നവർ മാത്രമായിരിക്കണം. എട്ടുമന കളപ്പുരയിൽ പരേതനായ ബാലൻ ഭാര്യ രാധ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സുനിൽ, മിനി, ഷാജി എന്നിവർ മക്കളും രാമചന്ദ്രൻ, ബിന്ദു, ജിഷ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8220 രൂപ, പവന് 65,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ തിരുവള്ളക്കാവ് പാറക്കോയിൽ റോഡിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പരിസരവാസികൾ. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രാമോദ്ധാരണം സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ SMC ചെയർമാൻ ഷമീർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാല അധ്യാത്മക പഠന കേന്ദ്രത്തിന് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് കൃഷ്ണൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അഗ്രശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.